ഇന്ന് വർക്കിനോടൊക്കെ ഇങ്ങനെ ഒരു ചോദ്യം, ഒരു കാര്യം ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടുണ്ടായി. അത് ഞാൻ ആരാണ് എന്നുള്ള കാര്യമല്ല, ഞാൻ എന്തായി തീരും എന്നുള്ളൊരു കാര്യം ഇങ്ങനെ ഒരു ആലോചന ഇങ്ങനെ വന്നുകൊണ്ടുണ്ടായി. മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തായി തീരുന്നു എന്നുള്ളത് അത് വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് അങ്ങനെ എല്ലാവരും പെട്ടെന്ന് അറിയാനും പോകുന്നില്ല. നമ്മൾ തന്നെ അറിയില്ല നമ്മൾ എന്തായി തീരുന്നു എന്നുള്ള കാര്യം. അങ്ങനെ വാതിലിന് മുട്ടി വന്നിട്ട് ഇന്ന് ഇങ്ങനെയാണ്, അന്ന് അങ്ങനെയാണ്, അങ്ങനെ പറയുകയും ചെയ്യില്ല. അത് മെല്ലെ മെല്ലെ ബിൽഡ് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മളെടുക്കുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങൾ, നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ഒരു നോർമലായി സാധാരണ ഡെയിലി നമ്മളെന്താണോ ചെയ്യുന്നത്, എല്ലാ ദിവസവും ചെയ്യുന്നത്, അതായിരിക്കും നമ്മൾ ഭാവിയിൽ ആയിത്തീരാൻ പോകുന്നൊരു സംഭവം എന്ന് പറയുന്നത്. അതായത് ഞാൻ ഒരു കംഫർട്ട് സോൺ ചൂസ് ചെയ്യുമ്പോൾ നമ്മളെല്ലാ കാലത്തും ആ ഒരു കംഫർട്ട് സോണിൽ തന്നെ ഉണ്ടാവും. ഇതിൽ നിന്ന് ഗ്രോ ചെയ്യുകയും ചെയ്യില്ല, ആ ഒരു സ്റ്റാറ്റിക് പൊസിഷനിൽ തന്നെ ഉണ്ടാവും. മറിച്ച് നമ്മളൊരു ഡിസിപ്ലിൻഡായിട്ടൊരു കാര്യം, ഒരു സെയിം കാര്യം ചെയ്ത് 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 ഇമ്പ്രൂവ് ആകാൻ നോക്കിയാൽ, കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ നോക്കിയാൽ, നമ്മളെന്തായാലും നമ്മൾ എവിടെ എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്നു അവിടെ എത്തിച്ചേരുന്നതാണ്. എനിക്ക് ആലോചിച്ച് മനസ്സിലായൊരു കാര്യം, പേടിച്ച് നമ്മളൊരു കാര്യം ചെയ്യാണ്ട് അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ പേടി അവിടെ തന്നെ ഉണ്ടാവും. ആ പേടി മാറാനും പോകുന്നില്ല, നമ്മൾ ആ കാര്യം ചെയ്യാനും പോകുന്നില്ല. അത് ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്നൊരു സംഭവമാണ്. വി തിങ്ക് ഐഡൻറ്റിറ്റി ഈസ് സംതിങ് ഫിക്സ്ഡ്, സംതിങ് വി ആൾറെഡി ആർ, ബട്ട് ഐഡൻറ്റിറ്റി ഈസ് ഫോമിങ് ഡെയിലി. നമ്മളെന്താണോ ടോളറേറ്റ് ചെയ്യുന്നത്, നമ്മളെന്താണോ റിപ്പീറ്റ് ചെയ്യുന്നത്, നമ്മളെന്താണോ ഇഗ്നോർ ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ ഭാവിയിൽ എന്തായിത്തീരും അല്ലെങ്കിൽ നാളെ എന്തായിത്തീരുന്നില്ല ബാധിക്കുന്ന കാര്യമാണ്. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി, നിങ്ങൾ കുറേ കാലം കഴിഞ്ഞിട്ട് നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പൊസിഷനിൽ എത്തണോ വേണ്ടോ എന്നുള്ള കാര്യം ചിന്തിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഉള്ള കംഫർട്ട് സോണിൽ തന്നെ നിന്ന് ഭാവിയിലേക്ക് ചിന്തിച്ചാൽ മതി. നിങ്ങൾ ആ കംഫർട്ട് സോണിൽ തന്നെ ഉണ്ടാവും. അത് ബ്രേക്ക് ചെയ്യാനും പോകുന്നില്ല, നിങ്ങൾ എവിടെ എത്താനും പോകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്ന് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ ആ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ നാളെ അല്ലെങ്കിൽ ഭാവിയിൽ എന്തായി തീരുന്നില്ലത് തീരുമാനമാവുന്നത്. ചെറിയൊരു കാര്യം, ഇന്ന് എൻ്റെ ഡേ 15 ഡേ 15. സോ ഇന്ന് അത്രയൊക്കെ പറയാൻ തോന്നി. ആൻഡ് ഐ ഹോപ്പ് ഐ ആം ബിക്കമിങ് സമ്മൺ ഐ ആം പ്രൗഡ് ഓഫ്. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ നിങ്ങൾക്ക് എന്താവണം എന്നുണ്ടോ ആ ഒരു കാര്യത്തിന് വേണ്ടി ഡെയിലി ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്ത് വെക്കുക. അപ്പോൾ ശരി, ബൈ.